ലോകത്താരും കണ്ടുപിടിക്കാത്ത ഒരു തീരുമാനവുമായാണ് ബി.ജെ.പി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി.ജെ.പി. പറയുന്നത് തൃശ്ശൂരിലേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം സുരേഷ് ഗോപിയുടെ സ്വഭാവമാണ്. പ്രായപൂർത്തിയായവർ ആകാത്തവർ, രാഷ്ട്രീയമെന്തെന്ന് ചിന്തിക്കാത്തവർ, കുഞ്ഞു കുട്ടികൾ പോലും സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ കണ്ട് ചിരിക്കുന്നിടത്താണ് ഈ വളരെ വൈകിയ വേളയിലെങ്കിലും ബി.ജെ.പി. നേതൃത്വം ഇത് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. കലുങ്ക് സംവാദം നടത്തിയ ഗോപിയാശാൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സദ്യ കഴിക്കുമ്പോൾ ഗോപിയാശാൻ, ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ആ കൈക്ക് പിടിച്ചാൽ ഗോപിയാശാൻ, 10 പേർ നിരന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവരുടെ വർണ്ണവും വർഗവും നോക്കി അല്പം മാറി നിൽക്കാൻ ക്യാമറ കണ്ണിലൂടെ തന്നെ പറയുന്ന സാക്ഷാൽ ഗോപിയാശാൻ. പപ്പടം കൊണ്ടുപോയിടുമ്പോൾ മറ്റൊരാളുടെ കൈസ്പർശമേറ്റ പപ്പടത്തിന്റെ ഭാഗം മുറിച്ചെടുത്ത് തൊട്ടടുത്ത ആളുടെ ഇലയിൽ ഇട്ടുകൊടുത്ത് വൃത്തിയുള്ള ഭാഗം മാത്രം കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന വിശാല മനസ്സിന്റെ ഉടമസ്ഥനെ ഗോപിയാശാൻ. അങ്ങനെ വലിയ കാര്യങ്ങളാണ് ഗോപി എന്ന സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്നത്. തമ്പ്രാൻ മനോഭാവത്തോടെ, ബ്രാഹ്മണനായി ഇനിയെങ്കിലും ജനിക്കണമെന്നുള്ള വിചാരത്തോടെ, ആഗ്രഹത്തോടെ നടന്നു നീങ്ങുകയാണ് തൃശ്ശൂരിന്റെ തെരുവീതിയിലൂടെ സുരേഷ് ഗോപി. രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിനെ കൊണ്ടാവില്ലേ? ജനങ്ങൾക്കിടയിലൂടെ ഇടപഴകി ജീവിക്കുന്ന, പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ഇതൊരു സിനിമാ കഥയല്ല എന്ന് വിശ്വസിക്കാനാവുന്ന യാഥാർത്ഥ്യമോദത്തിലേക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ആളുകളെ കൊണ്ടൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുജീവിതം നന്നാവുക. ഇദ്ദേഹം ഏതോ ഒരു സ്വപ്ന രാജ്യത്തിലാണ് ഇപ്പോഴും സുരേഷ് ഗോപി. ആ ഒരു സ്വപ്ന രാജ്യത്തിൽ വിരാജിക്കുന്ന സുരേഷ് ഗോപിയെ ഇങ്ങനെ നിർബന്ധിച്ചേൽപ്പിച്ച പണി പോലെയാണ് അത് ചെയ്യുന്നത്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ പോലും ആളുകൾ വെറുക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാരുണ്യ പ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്ന സുരേഷ് ഗോപിക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു. രാഷ്ട്രീയം അറിയാത്ത യുവാക്കൾ, കുട്ടികൾ, വളർന്നു വരുന്നവർ, അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്താണ് ഇയാൾ ഇങ്ങനെ? ഇയാൾക്ക് ഇത്ര വലിയ പ്രശ്നമാണ് ആളുകൾ തൊടുന്നതെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെ ആ ഒരു ജനസ് ഇപ്പോഴും അദ്ദേഹത്തിലുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കൊച്ചുകുട്ടികൾ പോലും പറയുന്നത് കണ്ടിട്ടുണ്ട്. അത്രമേൽ വലിയ പരിഹാസ കഥാപാത്രമായി മാറുകയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? സുരേഷ് ഗോപി ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സുരേഷ് ഗോപി മറ്റൊരു യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്. മാധ്യമങ്ങളെ കാണുമ്പോൾ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ, പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ എന്നുള്ളതല്ല, സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ആളുകൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിൽ പോലും ഒരറിവില്ലായ്മ സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപി ബി.ജെ.പിക്ക് പ്രതിസന്ധിയല്ല കേട്ടോ. സുരേഷ് ഗോപി ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തെ പുറകോട്ട് വലിക്കുന്ന ആളല്ല. സുരേഷ് ഗോപി മനുഷ്യനെന്ന മുഴുവൻ സമുദായത്തെയും വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളാണ്. കാരണം സുരേഷ് ഗോപി മനുഷ്യന്റെ പ്രവർത്തനങ്ങളല്ല ചെയ്യുന്നത്. ഒരു സമൂഹത്തിലിറങ്ങിയ ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ട ഒരു പ്രവർത്തനങ്ങളുമല്ല അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. പറഞ്ഞല്ലോ, മറ്റേതോ കണ്ടുപിടിക്കാനാവാത്ത, ചിന്തിക്കാനും എത്തിപ്പെടാനുമാവാത്ത ഒരു യൂണിവേഴ്സിൽ സുരേഷ് ഗോപി ജീവിക്കുക.